തീർച്ചയായും അങ്ങനെ തന്നെ. അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ പരിചയപ്പെടുത്തേണ്ട ഒരു മുഖമല്ല കൊല്ലത്ത്. കാര്യം അത്രയ്ക്കും സജീവമാണ് അഡ്വക്കേറ്റ് ബിന്ദുകൃഷ്ണ. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ രാവിലെ പ്രചാരണ രംഗത്ത് ഇറങ്ങാനുള്ള ഒരു തിരക്കിലാണ്. ആ സമയമാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ക്ഷമിക്കണം, വോട്ട് ചോദിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കൂടി ഇത്തിരി എടുത്തതിൽ. എങ്ങനെയുണ്ട് പ്രചാരണ രംഗം? വളരെ പ്രതീക്ഷയോടും അതിലേറെ ആത്മവിശ്വാസത്തോടും കൂടിയാണ് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളാകുന്നത്. 10 വർഷക്കാലത്തെ ഇടതു ദുർഭരണം സംസ്ഥാനത്ത് അവസാനിപ്പിക്കാനുള്ള ജനങ്ങളുടെ തീരുമാനം തീർച്ചയായും UDFന് അനുകൂലമാകും. കൊല്ലം നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 20 വർഷമായി LDFിൻ്റെ CPMൻ്റെ ജനപ്രതിനിധികളാണ് ഈ നാടിനെ പ്രതിനിധീകരിക്കുന്നത്. ഈ നാടിൻ്റെ വികസന സ്വപ്നങ്ങളുടെ ചിറക് അരിഞ്ഞിരിക്കുകയാണ് അവർ. ഒരു കൂട്ടിമുട്ടാത്ത പാലങ്ങളും അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ജനതയും അതിനുമപ്പുറത്തേക്ക് ഒരു MLA ഒരു നാട്ടിലുണ്ടായാൽ, പതിറ്റാണ്ടുകളായി പൊതു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തൽ തീർച്ചയായും ആ MLA ആ നാട്ടിലെ തന്നെ തിരഞ്ഞെടുത്തയക്കുന്ന ജനങ്ങളുടെ ഈ കുടുംബാംഗമായിരിക്കണം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. തെരഞ്ഞെടുപ്പ് സമയം വരെ നമുക്ക് രാഷ്ട്രീയമാകാം, പക്ഷെ അതിനുശേഷം എല്ലാ ആളുകളുടെയും സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാകുന്ന എന്ത് പ്രശ്നം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ടായാലും ആദ്യം വിളിക്കാൻ തോന്നുന്ന ഒരാളായിരിക്കണം ആ സ്ഥലത്തെ MLA. ആ അർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷമായി കൊല്ലത്തിന് MLA ഇല്ലായിരുന്നു. അതടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ അടക്കമുള്ള വീട്ടമ്മമാർ, കേരളത്തിലെ വീട്ടമ്മമാർ, രാജ്യത്തെ വീട്ടമ്മമാർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അതുപോലെ തന്നെ ക്രമസമാധാനം കേരളത്തിൽ അമ്പേ തകർന്നിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയയിലെ പിടിയിൽ കേരളത്തെ ആക്കിയിരിക്കുന്നു, അതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും പിന്നെ ഒരു ടാക്സ് രാജാണ്, ഒരു നികുതി രാജാണ്. ഇലക്ട്രിസിറ്റി ചാർജ് എത്ര തവണ ഈ സർക്കാർ കൂട്ടിയിരിക്കുന്നു? ഒരു ഉത്തരവിലൂടെ 2 തവണ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നതൊക്കെ ലോക അത്ഭുതങ്ങളിൽ ഒന്നാക്കണം. അതും കേരളത്തിൽ സംഭവിക്കുന്നു. വെള്ളക്കരം കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, അടച്ചിട്ടിരിക്കുന്ന കെട്ടിടത്തിനൊരു നികുതിയാക്കി, ലൈസൻസ് ഫീസ് എല്ലാത്തിനും കൂട്ടി. ഈ കൊല്ലം എന്ന് പറയുന്ന തീരദേശ മത്സ്യത്തൊഴിലാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആ പാവപ്പെട്ടവരുടെ എല്ലാ സബ്സിഡിയും എടുത്തു കളഞ്ഞു. അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കി. അവർക്ക് പുനർഗേഹം പദ്ധതിയിലൂടെ ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു, ഈ സർക്കാർ അതെടുത്തു കളഞ്ഞു. അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങൾ മാത്രം സമ്മാനിച്ച ഒരു ഭരണകൂടം, 2 ഭരണകൂടം, കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് നാടിനെ മോചിപ്പിക്കാനുള്ള ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചേച്ചി, ജനങ്ങളുടെ ഇടയിൽ വോട്ട് ചോദിക്കുമ്പോഴേ, ഇപ്പോൾ ഇത്രയും ദിവസം വോട്ട് ചോദിച്ചപ്പോൾ ചേച്ചിക്കുണ്ടായ ഒരു കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? വളരെ വലിയ ആത്മവിശ്വാസമാണ് പ്രിയപ്പെട്ടവർ പകർന്നു നൽകുന്നത്. 2021 ഏപ്രിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മെയിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പരാജയപ്പെട്ടു. കപ്പനും ചുണ്ടിനും ഇടയിൽ ഈ സീറ്റിൽ വിജയം അന്യമായി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവിടുത്തെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് MLA ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ സമയവും ഇവിടുത്തെ ജനങ്ങളുടെ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഓടിയെത്തി നിന്നതുകൊണ്ട് ഒരു അപരിചിതത്വമോ അല്ലെങ്കിൽ അവരോട് വോട്ട് ചോദിക്കാനുള്ളൊരു സന്ദേഹമോ ഒന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരോടും വോട്ട് ചോദിക്കുന്നു. അത്യപൂർവമായി മാത്രമേ വോട്ട് കിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഏതാണ്ട് മുഴുവൻ എന്ന് പറയാം, മുഴുവനെന്നില്ല, നമുക്കറിയാമല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയമുള്ള കുറേ ആളുകളുണ്ടല്ലോ. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി ഈ നാട്ടിലെ അമിതമായ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിടിയിലില്ലാത്തവർ അടക്കമുള്ളവർ പൂർണ്ണമായ പിന്തുണയാണ് പകർന്നു നൽകുന്നത്. സത്യത്തിൽ ഈ മീനച്ചൂടിലും മുന്നോട്ട് നയിക്കുന്നത് ജനങ്ങൾ പകർന്നു തരുന്ന ആ സ്നേഹവും കരുതലും ആത്മവിശ്വാസമാണ്. തീർച്ചയായും ചേച്ചി, അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ ആ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വങ്ങൾ അതൊക്കെ ഒരു ഭീഷണിയാവുമെന്ന് തോന്നുന്നുണ്ടോ? എതിർ സ്ഥാനാർത്ഥികളെ ആരെയും വില കുറച്ച് കാണാൻ നമുക്കാകില്ല. ഒരാൾ പതിറ്റാണ്ടുകളെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മറ്റൊരാൾ മറ്റൊരു രംഗത്ത് പ്രഗത്ഭനായ ആൾ. പക്ഷേ അവരിൽ നിന്നെല്ലാം എനിക്ക് കിട്ടുന്ന പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അവരെ 2 പേരെയും മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കണം. ഒരു സ്ഥാനാർത്ഥിയെ കുറച്ച് സ്ഥലത്ത് പരിചയപ്പെടുത്തണ്ട, മറ്റു സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയം അറിയുന്നവർക്ക് അല്ലെങ്കിൽ അവരെ പാർട്ടിയുടെ ആളുകൾക്ക് പരിചയപ്പെടുത്തും, പക്ഷേ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആത്മവിശ്വാസം കൂട്ടുന്നത്. തീർച്ചയായും ചേച്ചി, ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വിജയം കഴിഞ്ഞാൽ പാർട്ടി കൂടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കില്ല. ജയിപ്പിക്കുന്ന ജനങ്ങളാണ്. അവർ ജയിപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലോ ചിന്തകളിലോ അതില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള നിയോഗമാണ് പാർട്ടി എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് പ്രിയപ്പെട്ട കൊല്ലം നിവാസികളുടെ പൂർണ്ണ പിന്തുണയോടെ അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായി നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം. ചേച്ചി, പാർട്ടി പ്രവർത്തകർക്കിടയിൽ അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാൻ സമയത്ത് പരാജയം സംഭവിച്ചിട്ട് പോലും അവർക്കിടയിൽ പ്രവർത്തിക്കാൻ, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കാണിച്ച ആ ഒരു ആത്മധൈര്യം, അത് തന്നെയല്ലേ ജനങ്ങളുടെ നിലകളിൽ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? തീർച്ചയായും അത് തന്നെയാണ്. അവർ സ്നേഹത്തോടെയും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഇത്തവണ വിജയിപ്പിക്കണം എന്നൊരു വാക്ക് ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധൈര്യം അല്ലെങ്കിൽ ഒരു എന്താ പറയുക സന്തോഷമുണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്തതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അത് ആത്മവിശ്വാസം തന്നെയാണ്.
തീർച്ചയായും ഈ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരായ ഒരു പൊതുജന വികാരമുണ്ട്. ഒപ്പം ഇവിടെ MLA അല്ലാതിരുന്നിട്ടും തോറ്റ MLA എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ടൊക്കെ തോറ്റ MLA എല്ലായിടത്തും ഓടിയെത്തി എന്നുള്ള ആ ഒരു ഫാക്റ്റ് ഉണ്ടല്ലോ, ആ ഫാക്റ്റിൻ്റെ ആനുകൂല്യം ലഭിക്കും. അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ തോറ്റിട്ട് മണ്ഡലത്തിൽ നിൽക്കുന്നതല്ല, ഓർമ്മ വെച്ച കാലം മുതൽ രാഷ്ട്രീയ പ്രവർത്തകയിൽ നിന്നുകൊണ്ട് പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും എക്കാലത്തും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. ഇത്തവണ ജനങ്ങൾ അത് തിരിച്ചറിയും. കൊല്ലത്തിന്റെ പ്രശ്നങ്ങൾ നമ്മൾ വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ, കൊല്ലത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം UDF പിടിച്ചെടുത്തു. ആ ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻറ്റും ഇത്തവണ വിജയപ്രതീക്ഷ നൽകുന്നതല്ലേ? തീർച്ചയായും അതെ. 3 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഇടതു ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കൊല്ലം കോർപ്പറേഷൻ UDF അധികാരത്തിലേറിയിരിക്കുന്നു. സത്യത്തിൽ കൊല്ലം കോർപ്പറേഷൻ്റെ മുൻ ഭരണാധികാരികളുടെ വികല ചിന്തകൾ കൊണ്ട് ഈ നാടിൻ്റെ എന്താ പറയുക, പ്രൗഢിയും മനോഹാരിതയും തകർത്തിരിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടിരുന്നു. അതെല്ലാം ഞങ്ങൾ ഒന്നേന്ന് ക്ലീൻ സ്ലേറ്റിൽ തുടങ്ങിയാണ് ഈ നാടിൻ്റെ വികസനം. അപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ജയിച്ച് കേരളത്തിൽ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ വൻപിച്ച മാറ്റങ്ങൾ കൊല്ലത്ത് വികസന കാര്യത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും നാട് മാറുക, ലോകം മാറുക, ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സാധ്യതകളാണ്. AI യുഗത്തിൽ ലോകത്ത് എമ്പാടും ഒട്ടനവധി പുതിയ വിദ്യാഭ്യാസ അവസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളുണ്ട്. പക്ഷെ അതൊന്നും കൊല്ലത്തേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി, നമ്മുടെ അടുത്ത ഒരു ഡിഗ്രി, രണ്ടാമത് ഡിഗ്രി എടുക്കാൻ പിന്നെ അടുത്ത വർഷം 3 വർഷം പോയി. ഇപ്പോൾ അതല്ല, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഒരുപാടുണ്ട്. അത്തരം വിദ്യാഭ്യാസ അവസരങ്ങൾ ഈ നാടിന് കിട്ടുന്നില്ല. നോക്കൂ, 10ാം ക്ലാസ് ആവുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇൻ്റർനെറ്റിൽ പരതുക, എനിക്ക് ഏത് രാജ്യത്തേക്ക് പോകണം, എങ്ങോട്ട് പോകണം, നാട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആ വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ സാധ്യത നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാലോ? കുറഞ്ഞ ചെലവിൽ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പഠിച്ചൂടെ? തീർച്ചയായും വിജയിച്ചാൽ, കൊല്ലം നിവാസികൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യം കൊല്ലത്തെ ഒരു വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊട്ടടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന പ്രശ്നം തൊഴിൽ അവസരങ്ങൾ. കൊല്ലത്തെ ചെറുപ്പക്കാരുടെ തൊഴിൽ സ്വപ്നങ്ങൾ തല്ലിക്കെടുക്കുക. കേരളത്തിൽ എന്നതുപോലെ തന്നെ PSC നോക്കുകുത്തിയാക്കി PSCക്ക് 1ാം റാങ്ക് 2ാം റാങ്ക് കിട്ടുന്നവർക്കൊന്നും ജോലിയില്ല. ഈ ലിസ്റ്റിൽ താഴെ കിടക്കുന്ന CPMൻ്റെ ബന്ധുക്കളാണെങ്കിൽ അവർക്ക് ജോലി ഉറപ്പ്. അങ്ങനെ PSC റാങ്ക് ലിസ്റ്റുകൾ നിർദാക്ഷിണ്യം റദ്ദാക്കുന്നു. അപ്പോയിൻമെൻറ്റ്സ് മിനിമം ശതമാനം പോലും നടത്താതെ നിർദാക്ഷിണ്യം റദ്ദാക്കിക്കൊണ്ട് പോകുന്ന അടക്കം ചെറുപ്പക്കാരുടെ തൊഴിൽ അവസരങ്ങൾ ഇല്ലാതാക്കുന്ന ഇടത് സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധമുണ്ട്. തീർച്ചയായും കൊല്ലത്തെ ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ സ്ഥലങ്ങളും പരമാവധി സർക്കാർ, ഇതെല്ലാം അല്ല, സ്വകാര്യം പലതുമുണ്ട്, പക്ഷേ സർക്കാർ സംവിധാനത്തിൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റോടുകൂടി വളരെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന, വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം ഒരുക്കി കൊടുക്കും. അതുപോലെ തന്നെ നിരവധിയായ തൊഴിൽ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന പദ്ധതികളും പരിപാടികളും ഈ നാട്ടിലേക്ക് കൊണ്ടുവരും. ഒപ്പം തന്നെ കൊല്ലം, ഞാൻ ജനിച്ചു വളർന്ന, നമ്മൾ ഓരോരുത്തരും ജനിച്ചു വളർന്ന കൊല്ലം ഗതകാല പ്രൗഢിയിൽ പരമ്പരാഗത വ്യവസായങ്ങളുടെ ഈറ്റിലമെന്ന് വിശേഷിച്ച് കശുവണ്ടിയുടെ 10 വർഷക്കാലം CPM നേതാക്കന്മാർ കശുവണ്ടി ഭരിച്ച്, കശുവണ്ടി ഫാക്ടറി 150ഓളം കശുവണ്ടി ഫാക്ടറികൾ ഉണ്ട്. ഇത് മുഴുവൻ ഏതാണ്ട് ഒട്ടുമിക്കതും അടഞ്ഞു കിടക്കുക. വല്ലപ്പോഴും തുറക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ, ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ 10 വർഷത്തിനിടയിൽ 78 ഹാജർ ജീവനക്കാർക്ക് കിട്ടിയത് 7 വർഷം കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ESI ആനുകൂല്യം പോലും തൊഴിലാളികൾക്ക് ലഭ്യമാക്കാനുള്ള തൊഴിൽ ദിനങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ 22.5% ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബോണസ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് ഇവർ 20% കൂലി 10 വർഷത്തിനാകെ ഒരു തവണയാണ് വർദ്ധിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷത്തിനിടെ 2 തവണ വർദ്ധിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ കശുവണ്ടി വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാക്കി ഈ നാടിനെ മാറ്റി. കയർ വ്യവസായം തകർത്തു. ആ പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കണം. അങ്ങനെ ഒട്ടനവധി സ്വപ്നങ്ങളുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ, UDFൻ്റെ സ്വപ്നങ്ങൾ, ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ സഫലമാകാൻ തീർച്ചയായും കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ. അത് തന്നെയാണ് സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. കാര്യം എല്ലാവരും പറയാറുണ്ട്, ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ, അത് വോട്ട് തേടി വരുന്ന സമയത്ത് മണ്ഡലത്തിൽ സജീവമാണ്, പിന്നെ സജീവമാകില്ല എന്നൊക്കെ ഒരു പറച്ചിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല. കാരണം ബിന്ദുകൃഷ്ണ കഴിഞ്ഞ തവണയൊക്കെ ഈ പരാജയപ്പെട്ടപ്പോൾ പോലും ജനങ്ങളുടെ ഇടയിൽ സജീവമായിരുന്നു. പരാജയത്തിന് ശേഷവും ഇത്തവണ വിജയത്തിനായി തന്നെയുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബിന്ദുകൃഷ്ണ ഓരോ വോട്ടർമാരെയും സമീപിക്കുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.